ഹലോ. എന്താ അനിയ, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പദവി നീ പിടിച്ചെടുത്തല്ലേ? നിന്റെ ജീവിതത്തിൽ നിനക്കേറ്റവും വലുതായ നിന്റെ അനിയന്മാരെ ഞാൻ തീർക്കാൻ പോവാടാ. ചാകാനുള്ള പേടി കൊണ്ട് ജീവനും കൊണ്ട് ഓടുവാണ് അവന്മാര്. ഇനി നീ അവന്മാരെ കാണില്ലടാ. എന്താടാ പറഞ്ഞു വെച്ചതുപോലെ 4 പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നേ? ഒരുമിച്ച് കൂടിയത് 4 പേരല്ല, 5 പേര്. എന്താ? ആരടാ 5ാമത്തെ ആള്? ആരായിരിക്കും 5ാമത്തെ ആള്? അങ്ങോട്ട് നോക്ക. നിന്റെ അനിയന്മാര് ഒരുമിച്ച് പോകുന്നിടത്തേക്ക് കൂട്ടിന് പോകാൻ വന്നിരിക്കുകയാണോ നീ? ഇന്നത്തോടെ ഈ നാട്ടിലെ വിനായകം ബ്രദേഴ്സിന്റെ കഥ തീർന്നടാ. ഇത്രയും വലിയ കൊമ്പമ്മേശ വെച്ചിട്ട് നീ അവിടെ ഒന്ന് വെല്ലുവിളിക്കാതിരുന്നാ കാണാൻ മോശം. വെല്ലുവിളിച്ചതൊക്കെ ഗംഭീരം. പക്ഷെ നീയാണ് അവരെ വിരട്ടി ഓടിച്ചോണ്ട് വന്നെന്ന് വിചാരിക്കുന്നില്ലേ? അതാണ് തെറ്റ്. ഇവന്മാര് 4 പേരും കൂടിയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതെന്താടാ തിന്നതൊക്കെ നിന്റെ താടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? രക്തവാ ചേട്ടാ, അടിച്ചതാ ഇവന്മാര്. അടിച്ചെന്നോ? ചന്തിയിലെ തൊലി ഉരിയുന്ന കണ്ട മോനെ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാനൊന്ന് അടിച്ചോട്ടെ. നല്ലോണം അടിക്കുവോ? ഞാൻ അടിക്കും ചേട്ടാ. അടിക്കടാ. കൈ മടക്കി ഇവന്റെ മണ്ടയിൽ അടിച്ചാൽ നിന്റെ കൈ വേദനിക്കും. 1 ഇഞ്ച് താഴ്ത്തി അടിക്കടാ. ഇത് കൊള്ളാം. എങ്ങനെയുണ്ട് ചേട്ടാ? നീ എന്റെ അനിയൻ തന്നെ. ചേട്ടാ ഞങ്ങളും. ഒരേ സ്ഥലത്ത് ചറപറാന്നടിച്ച് തകർക്കാതെ അവന്റെ മൂക്കിന്റെ പാലടിച്ച് തകർക്കടാ. മൂക്കിന്ന് ചോര വരുന്ന കാണുമ്പോ ഇവൻ തന്നെത്താൻ മയങ്ങി വീണോളൂ. ചേട്ടാ വീഴുന്നില്ലല്ലോ. 1 2 3. ഇങ്ങോട്ട് അവനെ അടിക്കല്ലേ. എന്താ ചേട്ടാ? ശത്രുവാണെങ്കിൽ പോലും ഇവന്റെ മുതുകിൽ കുത്തലടാ. ആഞ്ഞ് നെഞ്ചിലടിക്കടാ. അനിയ, കൈ പൊക്കി പെടലി പിടിച്ച് കാത് പിണച്ച് നിരത്തടിക്കണോ മോനെ. അങ്ങനെ തന്നെ വെട്ടടാ അവനെ. അയ്യോ എന്റെ മോനെ. എങ്ങോട്ടാടാ? വാടാ ഇങ്ങോട്ട് വാടാ. ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാം. അതെല്ലാം മെനക്കെടാന്നേ. ട്രെയിൻ പാളത്തി എടുത്തിട്ടാലേ പീസ് ആയിക്കോളും. ഞാനൊന്ന് മൂളിയാ മതി, ഈ 4 പേരും കൂടെ നിന്നെ ഉഴുതു കളയും. ഇനി നീ ഇതേ സ്ഥലത്ത് വന്നാലുണ്ടല്ലോ, എന്തിനാ ഇവിടെ വന്നേന്ന് ആലോചിക്കില്ല, എന്തിനാ ജനിച്ചെന്ന് നീ ആലോചിക്കും. മുത്തേ നീയാരോ? ബൊമ്മക്കുട്ടി നീയാരോ? ഇങ്ങോട്ട് വന്നേ.
എന്താടാ എലി പുന്നല് കാണുമ്പോൾ സന്തോഷിക്കുന്ന പോലെ മുഖത്തെന്താടാ ഇത്ര സന്തോഷം? ചേട്ടാ ഈ ഐസ്ക്രീം പോലുള്ള പെണ്ണിനും എനിക്ക് കല്യാണമാ. ഇതുപോലെ തന്നെ നിന്റെ ഫോട്ടോയും പെണ്ണിന്റെ വീട്ടുകാർ ചോദിച്ചു കാണുമല്ലോ. ആരുടെ ഫോട്ടോയാ കൊടുത്തേ? ചുമ്മാ കളിയാക്കാതെ ചേട്ടാ. നിന്റെ മുഖം കാണിക്കാതെ ക്ലോസറ്റ് പോലെ ഉണ്ട്. എന്തിനാടാ മനോഹരനെ കളിയാക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, ഇവന്റെ കല്യാണം അത്ര. അതേട്ടാ, പെണ്ണ് നല്ല സുന്ദരിയാ, നോക്ക്. ആണോടാ? ബായ്, എനിക്കൊരു ചായ, മനോഹരൻ ഒരു ഗ്ലാസ് പാലും. ആ നടക്ക് നടക്ക് നടക്ക്, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. വാ. ഇരിക്കടാ, നീ ഇരിക്ക്. എന്താ ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. കല്യാണമല്ലേ? അതെ ചേട്ടാ. കല്യാണം ഒന്ന് കേട്ടപ്പോ എന്റെ മുഖം അങ്ങ് തെളിഞ്ഞല്ല ചേട്ടാ. മനോഹര, കല്യാണം അടുക്കുമ്പോ മുഖം തന്നെ ബ്രൈറ്റ് ആയിരിക്കൂടാ. കല്യാണം കഴിക്കാതിരുന്നാലോ ജീവിതമേ ബ്രൈറ്റ് ആയിരിക്കൂടാ. ജീവിത അവസാനം വരെ നിന്റെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കില്ല. 30 വർഷം കഴിഞ്ഞ 5 കിളവന്മാരുടെ അന്ത്യശ്വാസമേ കേൾക്കൂ. ചേട്ടാ, ചേട്ടന്റെ വീട്ടിലൊരു പെണ്ണ് വന്നാ നിങ്ങൾ 5 പേരെയും പിരിക്കുമെന്ന് വിചാരിച്ചല്ലേ ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? എനിക്കാണെങ്കിൽ ചേട്ടന്മാരും അനിയന്മാരും ഇല്ലല്ലോ. എനിക്കെന്താ കല്യാണം കഴിക്കാൻ പറ്റാത്തെ? Note this point, Your Honor. നല്ല ചോദ്യം. അച്ഛനും അമ്മയും വീട്ടിലില്ലേ? ഉണ്ടല്ലോ. വേർപെടുത്തി കളയോടാ. ഞാൻ ഷോർട്ടായിട്ട് പറയാം, ഷാർപ്പായിട്ട് കേൾക്കണം. ഇപ്പൊ നീ തനിച്ചാണ്. ഈ പെണ്ണും നിന്നെ പോലെ തന്നെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാ നീ അവൾക്കായി മാറണം, അവള് നിനക്കായിട്ട് മാറണം. അവസാനം 2 പേരും 2 വഴിക്കാകും. ദാ, ഈ പാല് കുടിച്ചിട്ട് നന്നായി ആലോചിക്കേ. പോ 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 പോ. എന്റെ ദൈവമേ. അല്ലെങ്കിൽ തന്നെ ഇവന്റെ മുഖം ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നത്. പിന്നെ എന്തിനാടാ ഈ ഷോക്ക് റിയാക്ഷൻ? Objection, my lord. Objection of contribution of this case of unbelievable. എന്തിനാടാ കിടന്ന് ചിലക്കുന്നേ? നമ്മളെ വീടിന്റെ അടുത്തുള്ള ആ ഗോപികദേവി ഇല്ലേ? ഗോപികാദേവി? ആ പെണ്ണ് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ചേട്ടാ. ആരാ പറഞ്ഞത്? അങ്ങനെ ഇവരാ അതെ ചേട്ടാ, അന്ന് അവര് നമ്മുടെ വീട്ടിൽ തെളിയിച്ചത് കാർത്തിക ദീപം അല്ല ചേട്ടാ, പ്രണയ ദീപം. എന്തിനേറെ പറയുന്നു, ആ പെണ്ണ് ഓരോ ദിവസവും ഓരോ നിമിഷവും, അതെ ഓരോ സെക്കൻഡും ചേട്ടനെ വിചാരിച്ചാണ് ആ ശില്പം റെഡിയാക്കുന്നത്. ആ പെണ്ണിനോട് എന്ത് മറുപടിയാണ് ചേട്ടാ പറയാൻ പോകുന്നത്? ആ കുട്ടിയെ നേരിൽ കണ്ട് അതിന്റെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ ഇതൊന്നും ഒരിക്കലും ശരിയാവില്ലെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. എടാ, ചേട്ടന്റെ വിക്കറ്റ് അല്ലേ പോയുള്ളൂ, ചേട്ടത്തിന്റെ വിക്കറ്റ് ഉണ്ടല്ലോ. പറയുന്നത് കേൾക്കടാ, ഒന്ന് കേൾക്ക്. വരൂ വരൂ, ഒന്ന് നിക്കണേ, കണ്ണൊന്ന് തുറന്നോട്ടെ. നിങ്ങൾ കണ്ണു തുറക്കേണ്ട സമയമല്ല ഇത്, മനസ്സ് തുറക്കേണ്ട സമയമാണ്. എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളുടെ ചേട്ടൻ വിനായകനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല മനുഷ്യൻ, ഹാൻസം, എല്ലാം കൊണ്ട് നല്ല മിടുക്കനാണ്. ഇതിൽ കൂടുതൽ അവരെന്താ കറി വേണം പോണോ? മതി 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 എന്ന് പറയാൻ. നിങ്ങൾ ചേട്ടനെ കുറിച്ച് കുറച്ചും കൂടെ പറ. ഇനി എന്താ പറയണ്ടേ? ഇനി എത്ര ദിവസം ഈ പ്രേമൊക്കെ മറച്ചു വെച്ച് നടക്കാൻ പോകുന്നേ? പ്രേമോ? ഞാനോ? ഞാൻ നിങ്ങളുടെ ചേട്ടനെ പ്രേമിച്ചില്ലല്ലോ. ഈ ട്വിസ്റ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാൻ തരണം നിങ്ങൾക്ക് ഒരു ട്വിസ്റ്റ്. ഒന്ന് ലൂസാക്കിക്കേ. നിങ്ങളല്ല പ്രേമിക്കുന്നത്, ഇവരുടെ ചേട്ടനാ പ്രേമിക്കുന്നത്. വർക്കൗട്ട് ആകുന്നുണ്ടാടാ. ഇതെന്താ ചേട്ടനെ പോലെ നടക്കുന്നത്? ചേട്ടനെ പോലെ സംസാരിക്കാനും തുടങ്ങും. ഞാൻ തന്നെ നിങ്ങളുടെ ചേട്ടനെ നേരിക്കണ്ട് ചേട്ടന് വിഷമം തോന്നാത്ത വിധം ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞോളാം കേട്ടോ. ചേച്ചി, വിനായക ചേട്ടനെ ചേച്ചിയോട് എന്തോ പറയാനുണ്ട്. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് ഡാമിനെടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ 8 മണിക്ക് തന്നെ വരാന്ന് പറയൂ. പറ്റില്ലെന്ന് പറയാൻ എന്തിനാടാ ഇത്രയും വേഗം? നാളെ എന്താണോ സംഭവിക്കാൻ പോകുന്നേ? അവിടേക്ക് നോക്കിയാ കോർട്ടിന്റെ നടുക്ക് നെറ്റ് കെട്ടി വോളിബോൾ കളിക്കാനുള്ള ഗ്യാപ്പ് വിട്ടാ നിൽക്കുന്നത്. ഇവരാണെങ്കിലോ കിന്നാരത്തുമ്പി സിനിമയിലെ പോസ്റ്റർ പോലെ
ഒരുമിച്ചങ്ങ് ഒട്ടിയിരിക്കുകയാണ്. അത് പിന്നെ നിങ്ങള് ഞാൻ നല്ല ചേട്ടാ മാർക്കറ്റിൽ ലോഡ് വന്നിട്ടുണ്ട്. ഫോണ് വെക്കടാ മരക്കൊന്ത. നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിൽ എന്താ പേര് ചേട്ടൻ ഇങ്ങനെ ഓടുന്നത്? ഇപ്പോഴല്ലേ ഷോളിന്റെ പുറകെ ആൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിനു ശേഷം നീ കണ്ടോ, സാരി, സൽവാർ അങ്ങനെ പല തുണികളുടെയും പുറകെ ചേട്ടൻ ഓടുന്ന കാണാം. അതെ വല്യപ്പാ ആ ഷാളിങ്ങതാ. വാ വാ വാ, ഓടി വന്ന് എടുത്തോ. ഓടാ കുട്ടാ, ഓട് ഓട്. ഓട്. വേഗം പോട കുട്ടാ. വേഗം നടക്ക്. വല്യപ്പാ വല്യപ്പാ ഒന്ന് നിൽക്കൂ, വേഗം പോ. വലിയപ്പാ, കുറച്ചുകൂടെ വേഗം പോവോ പ്ലീസ്. വല്യപ്പാ ഒന്ന് നിൽക്കൂ. എന്താ എന്താ എന്നെ എന്റെ കൊണ്ടുവന്നിരിക്കുന്നേ? തങ്കക്കുടമേ, ഇപ്പൊ നീ എത്ര സുന്ദരിയായിരിക്കുന്നു. ഓ, ആരെങ്കിലും കണ്ടു എനിക്ക് വെക്കും. നാണാവുന്നു. നീ എന്റെ മുമ്പിൽ എന്തിനാണ് കാണിക്കുന്നത്? അവരെ കണ്ടിട്ട് എന്തു തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല. പ്രേമത്തിന് വയസ്സില്ലെന്ന് തോന്നുന്നു. എനിക്കെന്തോ ആ ഷോളിന്റെ പുറകെ പിന്നെ ഓടണം തോന്നുക. അഭിമാനിയായ ചേട്ടൻ ചേട്ടൻ വിനായകൻ. ആദ്യം മുദ്രാവാക്യം നിർത്ത്, നാട് നന്നാകും. എന്താ ഇപ്പൊ പ്രശ്നം? ആ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തല ഉയർത്തിയല്ലേ ചേട്ടൻ വന്നത്. ഈ ബെയിൽ എന്താ ചെയ്തെന്നറിയോ? ചേട്ടൻ അവളെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ ഞങ്ങളോട് ബെറ്റ് വെച്ച് ചേട്ടാ. ഇവര് രണ്ടെണ്ണം കൊടുക്കണം. ചേട്ടന്റെ മൗനത്തിന് എന്താ കാരണം? ഞങ്ങൾ പോയില്ലേ, പോയി നിന്നില്ലേ, കാറ്റടിച്ചില്ലേ, ഷോള് പറന്നു പോയില്ലേ, പറയാനുള്ളത് മറന്നുപോയടാ. നാളെ രാവിലെ 9 മണിക്ക് അമ്പലത്തിൽ വെച്ച് ആ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി എന്ത് ചെയ്യും വക്കീലെ? നാളെ തന്നെ രാവിലെ 6 മണിക്ക് ഷാർപ്പായിട്ട് അലാറം വെച്ച് നിങ്ങളുടെ ചേട്ടൻ വീട്ടിൽ നിന്ന് പോകാതെ തടഞ്ഞു നിർത്തണം. രാവിലെ 6 മണിക്ക് അലാറം വെക്കാൻ പറഞ്ഞിട്ട് അല്ലടാ, ഇന്നലെ നല്ല പാമ്പായിരുന്നപ്പോഴാ അലാറം വെച്ചത്. 6-9 ആയി പോയടാ. എന്ത് ചെയ്യും? നമ്മുടെ ചേട്ടനോട് പോയി. അലമേലും ഞാൻ പറയുന്നത് നീ വിശ്വസിക്ക്. അവരുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തി. മതി, മതി, വാ. എന്താടാ പറയുന്നത്? ചേട്ടൻ അമ്പലത്തിലേക്ക് പോയിരുന്നു. വേഗം പോ.